കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഈ കെ ശൈലജയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും തമ്മിലുള്ള മത്സരത്തിൽ ഈ കാഫിർ വിവാദം വലിയ ചർച്ചയായി. ഇതുവരെ അതിനകത്തൊരു തീരുമാനം ഉണ്ടായില്ല. ഇപ്പോൾ പുറത്തു വന്നേക്കുന്ന വിവരം അനുസരിച്ച്, അതായത് പോലീസ് കോടതി നൽകിയ വിവരം, ഇടത് ഗ്രൂപ്പുകളിൽ നിന്നാണ് ഈ കാഫിർ വിവാദമായ പോസ്റ്ററുകളെല്ലാം പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇത്രയും നാൾ ഇടതുമുന്നണി മറ്റവരെ കുറ്റം പറയുന്നു, മറ്റവർ തിരിച്ചിങ്ങോട്ട് കുറ്റം പറയുന്നു. എന്തിനായിരുന്നു ഈ നാടകമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക? അത് കേരളത്തിൻ്റെ ഒരു ഭ്രാന്താണ്. ഞാൻ വിചാരിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അത് തീർന്നു എന്നാണ്. ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ കാഫിർ എന്ന് വിളിച്ചെങ്കിൽ അതത്ര വലിയ അപരാധമോ ക്രൈമോ ഒന്നുമല്ല. കാഫിർ ഒരു പദമാണ്, വേണമെങ്കിൽ മതസൂചകം എന്ന് പറയാം, അവിശ്വാസി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒന്ന് വിളിച്ചെങ്കിൽ തന്നെ എന്താ ഇത്ര വലിയ ആകാശിടിഞ്ഞ് വീഴാൻ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ടും പുറത്തു വന്നു. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്യോന്യം പറഞ്ഞ കാര്യങ്ങൾ ചൊല്ലി ഇത്ര വലിയ അന്വേഷണവും ഭണ്ഡാരമൊക്കെ നടത്തുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അർത്ഥശൂന്യമായി എത്ര കൊലപാതകങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നു. അതൊക്കെ അന്വേഷിക്കുന്നതിന് പകരം ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് ആരാണെന്ന് അന്വേഷിച്ച് പോലീസ് നടക്കുക. എന്നിട്ട് പോലീസിൻ്റെ നിസ്സഹായാവസ്ഥ നോക്കുക. വാട്സാപ്പ് അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ല, ഫേസ്ബുക്ക് സഹകരിക്കുന്നില്ല, അവർക്ക് എന്ത് ഭ്രാന്ത് ഇതൊക്കെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, ഗവൺമെൻറ് ഓഫ് കേരള, നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒരു ലിമിറ്റേഷനാണ് ഈ ഫോറിൻ ആപ്പുകൾ. ഇവരുടെ ഒന്നും നിയന്ത്രണം നിങ്ങളുടെ കയ്യിലല്ല. നിങ്ങളുടെ അന്വേഷണം പോടാ അവിടെ നിന്ന്, കേരള പോലീസ് ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾക്കൊരു ജൂറിസ്ഡിക്ഷൻ ഇല്ലയെന്ന്. നിങ്ങളുടെ ഈ മൊത്തം സ്ക്രീൻഷോട്ടും ഫേസ്ബുക്ക് പോസ്റ്റുകളും എല്ലാം ഒരു നിമിഷം കൊണ്ട് സായിപ്പിന് ഇല്ലാതാക്കാൻ പറ്റും. നിങ്ങളുടെ കേസില്ല, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സാധനമില്ല. ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് നിങ്ങൾക്ക് വിചാരണ കോടതിയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞു. ചുമ്മാ സായിപ്പ് നിങ്ങളെ കളിപ്പിച്ചുകൊണ്ടിരിക്കും, കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ല. ഒരർത്ഥവുമില്ലാത്ത കാര്യം. ശൈലജ കാഫിറാണ് എന്ന് ഈ പറഞ്ഞ നമ്മുടെ ആരാത് എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു എന്ന് വെച്ചോ, അതിൽ ഇത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്ന്. ഇനി പറഞ്ഞില്ല, അതിൻ്റെ സഹതാപം കിട്ടാനായിട്ട് ശൈലജയുടെ ആൾക്കാർ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ അതിലും ഒരു കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നടക്കുന്ന നമ്പറുകളാണ്. അത് കഴിഞ്ഞു, ഒരാൾ ജയിച്ചു, മറ്റേ ആൾ തോറ്റു, കഴിഞ്ഞു വീട്ടിൽ പോകാനുള്ളതിന് ഈ കേസും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് തന്നെ അപമാനമാണ്. ഇതുപോലത്തെ ചീള് കേസിൻ്റെ പിന്നാലെ കേരള പോലീസ് നടക്കുക, എന്നിട്ട് സായിപ്പ് സമ്മതിക്കുന്നു. അതുകൊണ്ട് വാട്സാപ്പിനെ അവർ പ്രതി ചേർത്തു. എന്തൊരു കഷ്ടം. വാട്സാപ്പിൽ ഇപ്പോൾ ഡിസപ്പിയറിങ് മെസ്സേജസും കൂടെയാണ്. നിങ്ങളിട്ട മെസ്സേജ് 6 മണിക്കൂർ കഴിയുമ്പോൾ കാണില്ല. ആ മണിക്കൂർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, അതോടെ അതെല്ലാം പോവും. വാട്സാപ്പിൽ കൃത്രിമമായിട്ട് മെസ്സേജസ് ഉണ്ടാക്കാം. AI വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കാം, പുനഃസൃഷ്ടിക്കാം, ഉള്ളതില്ലാതെയാക്കാം. സിനുജിയെ മോഹൻദാസാക്കാം, മോഹൻദാസിനെ പ്രൈം മിനിസ്റ്ററാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ അവസ്ഥയിൽ കേരള പോലീസ് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇറ്റ്സ് നോട്ട് എ മേജർ കേസ് അറ്റ് ഓൾ. വന്നാലും പോയാലും IPCയിൽ മിസ്ചീഫ് എന്ന് പറയുന്ന ഒരു ഗണത്തിൽ പെടുത്താം ഇതിന്. അല്ലാതെ അതിൽ കവിഞ്ഞുള്ള ഒരു സ്കോപ്പുമില്ല. കോടതി പിരിയുന്നവരെ തടവ് വിധിക്കാനോ എന്തെങ്കിലും പറ്റും. വൈകുന്നേരം വരെ ആ തിണ്ണയിൽ നിൽക്കട ചെറുക്കാമെന്ന് പറയാൻ പറ്റും ഇത് ചെയ്തവന്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ കേരള പോലീസ് ഇത്ര വലിയ അധ്വാനം നടത്തുന്നത്. ഇറ്റ് ഈസ് എ ഷെയിം ഓൺ കേരള പോലീസ്. വാസ്തവത്തിൽ ഞാനാണ് പോലീസ് മേധാവി എങ്കിൽ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുക്കും, സാർ ഇതൊക്കെ ചുമ്മാ ന്യൂസൻസാണ്, ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, ദർ ഇസ് നോ സബ്സ്റ്റൻസ് ഇൻ ദിസ്. ഇതിപ്പോൾ ആര് ചെയ്തു എന്ന് കണ്ടെത്തി കഴിഞ്ഞാലും പ്രത്യേകിച്ച് അയാൾ ഒന്നും ചെയ്യാനില്ല. അത് വലിയ കുറ്റമല്ല, ഒരു ഒഫൻസ് അല്ല, ഒന്നുമല്ല. ഇത് ഒരാളെ മറ്റേ ആളിനെ കാഫിർ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലല്ലാതെ ഈ നാടകം വേറെ എവിടെയെങ്കിലും നടക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നു. അതുപോലെ ഒരെണ്ണം ഇതെന്താ ഇത്ര വലിയ കാര്യമാകാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. മതതീവ്രവാദം വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്ററുകളാണ്. ആ രീതിയിൽ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഗ്രൂപ്പുകളായി തിരിക്കുന്നത്. മതതീവ്രവാദം വളർത്തുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. അതൊക്കെ പോപ്പുലർ ഫ്രണ്ടൊക്കെ ചെയ്തതാണ്. ഇന്ത്യ 2047 എന്നൊക്കെ പറഞ്ഞ അവരുടെ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, 100-300 പേജുള്ള, എങ്ങനെ ഇത് വളർത്താം, എങ്ങനെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാം, അതൊക്കെയാണ് മതതീവ്രവാദം എന്ന് പറയുന്നത്. അല്ലാതെ പോടാ കാഫിറെ, പോടാ അലാഖ എന്നൊക്കെ ഒരു ഇതും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് മതതീവ്രവാദമാണ്. ഇതെന്ത് ഭ്രാന്ത്? ഇവർക്കും മതവും അറിയില്ല, തീവ്രവാദവും അറിയില്ല, ഒരു ചുക്കും അറിയില്ല.
ചുമ്മാ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കെ ശൈലജയെ പോലെ ഇത്രയൊക്കെ വിവരമുണ്ട് അല്ലെങ്കിൽ നല്ല ബോധമൊക്കെ ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ഒരു സ്ഥാനാർത്ഥി അവരിതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. അവർക്കൊപ്പം CPM-ൻ്റെ സമുന്നതരായ നേതാക്കൾ അണിനിരക്കുന്നു. ഇപ്പുറത്ത് ഷാഫി പറമ്പിലിന് വേണ്ടി UDF നേതാക്കൾ അണിനിരക്കുന്നു. അപ്പോൾ ഒന്നുമില്ലാതെയാണോ അങ്ങനെ ഒന്നുമില്ലാതെ ഒരു വിവാദം കൊണ്ടു നടക്കാൻ കേരള പൊളിറ്റീഷ്യൻസിന് വല്ലാത്ത ഉത്സാഹവും സാമർഥ്യമാണ്. കാരണം തോറ്റാലും ജയിച്ചാലും ജയിക്കും ഈ വിവാദത്തിൽ. അതുകൊണ്ട് അർത്ഥശൂന്യമായ ഈ വിവാദം കൊണ്ട് നടക്കുക, ബാക്കി അടിയിലൂടെ അവർക്ക് നടത്താനുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നടത്തിയിട്ട് രണ്ട് കൂട്ടരും സുഖമായിട്ട് ജീവിക്കുക. LDF-ഉം UDF-ഉം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ എല്ലാം കഷ്ണം വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു, സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നടക്കുക. അതാണ് ഞാനിന്ന് മനോരമയുടെ ഫ്രണ്ട് പേജിലാണ് തുടക്കം ഇടത് ഗ്രൂപ്പുകളിൽ കാഫിർ വിവാദത്തിൽ പോലീസ് റിപ്പോർട്ട്. എന്താ ഇത്ര വലിയ പോലീസ് റിപ്പോർട്ട്? എന്താ ഇത്ര വലിയ കാര്യം? അതിലും വലുതാണ് ഹേമ കമ്മീഷൻ്റെ. അത് ചെറിയ വാർത്തയാണ്. 2 കോളം വാർത്തയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം ഹൈക്കോടതി. വാസ്തവത്തിൽ ഇതായിരുന്നിരിക്കേണ്ടിയിരുന്നു ഹെഡ്ലൈൻ. പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാവരും കാഫിറിൻ്റെ പിന്നാലെയാണ്. അപ്പം മാധ്യമങ്ങളാണ് ശരിക്കും ഇത്തരം വിവാദങ്ങളെ ഇല്ല. ഈ രാഷ്ട്രീയ നേതാക്കൾ തുള്ളുന്നതനുസരിച്ച് മാധ്യമങ്ങൾക്ക് തുള്ളേണ്ടി വരുന്നു. രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയമാണല്ലോ വാർത്ത എന്ന് പറയുന്നത്. രാഷ്ട്രീയമല്ലാത്ത വാർത്ത ഇന്നത്തെ ഫുൾ പത്രങ്ങൾ എടുത്ത് നോക്കുക. പൊളിറ്റിക്സ് അല്ലാത്ത വാർത്തകൾ വളരെ കുറവായിരിക്കും. കുട്ടനാട്ടിൽ ഇത്ര നെല്ല് വിളഞ്ഞു എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടിട്ടുണ്ടോ ഈ അടുത്ത കാലത്തെങ്ങാനും? ഇല്ല. അത് കാണില്ല. നെല്ല് കൂട്ടിയിട്ട ഫോട്ടോ കാണില്ല, ഒന്നും കാണില്ല. അതൊന്നും വാർത്തയില്ല. വാർത്ത എപ്പോഴും കൊലപാതകം, ബലാത്കാരം, ഇതുപോലെ ക്രൈം ആൻഡ് പൊളിറ്റിക്സ്, ഈ 2 വാർത്തകളാണ് പത്രങ്ങളിൽ നിറയെ. അപ്പോൾ രാഷ്ട്രീയക്കാരെന്തെല്ലാം പെരുമാറുന്നോ അതനുസരിച്ച് പത്രങ്ങളിൽ തുള്ളുന്നു. ഈ തുള്ളക്കത്തിന് മീഡിയ കൂട്ടുന്നില്ലെങ്കിൽ ഈ ഇഷ്യൂ മരിച്ചു പോകും. ഇപ്പോൾ ഈ കാഫിർ വിവാദത്തിൽ മീഡിയ ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് വെച്ചു, 4 ദിവസം കൊണ്ട് ഇല്ലാതെ പോകും കാഫിർ. എല്ലാവരും വീട്ടിൽ പോകും. ഇവർ കവറേജ് കൊടുക്കുന്നു, അതനുസരിച്ച് അവർ വീണ്ടും വർദ്ധിപ്പിക്കുന്നു. കഷ്ടമാണ് ഇതുപോലത്തെ ട്രിവിയൽ ഇഷ്യൂസൊക്കെ ചർച്ച ചെയ്യുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് വന്നത്. അതുകൊണ്ട് UDF സ്ഥാനാർത്ഥിയെ ഷാഫി പറമ്പിൽ മാപ്പ് പറയണമെന്നായിരുന്നു ശൈലജ പറഞ്ഞത്. അപ്പോൾ തിരിച്ച് ഷാഫി പറമ്പിൽ അതിന് വേറൊരു മറുപടിയും കൊടുത്തിരുന്നു. അപ്പം ഇത്തരം ബാലിശമായ കാര്യങ്ങളാണോ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും മത്സരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കേണ്ടിയിരുന്നത്? അല്ല, മറ്റൊന്നും ഉന്നയിക്കാനില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇട്ട് കളിക്കുകയാണ്. ഇപ്പോൾ ഈ കാഫിർ എന്ന് വിളിച്ചാൽ തന്നെ അതിൽ മാപ്പ് പറയാനും മാത്രം എന്താ ഉള്ളത്? ദേഷ്യം വന്നു, അത് ഉപയോഗിച്ചു ആ ഒരു വാക്ക്. അപ്പോൾ അതിന് ഒരു വാക്കിൻ്റെയൊക്കെ പിന്നാലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്, നിങ്ങളെ എല്ലാ ആയുധവും എല്ലാം വൈക്കോൽ തുരുമ്പ് നിങ്ങളുടെ ശത്രുവിനെതിരെ ഉപയോഗിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ? ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞത് തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ് ബഹളം വയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താ? അതും പോലീസ് കേസാക്കുക, ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുക. എന്തൊരു വൃത്തികേട്! കാഫിർ എന്ന് പറയുന്നത് ഒരു അങ്ങനെ കുഴപ്പം പിടിച്ച വാക്കല്ല. എനിക്കിപ്പോഴും അത് തോന്നിയിട്ടില്ല. മുസ്ലിങ്ങളല്ലാത്തവരെ മുസ്ലിങ്ങൾ വിളിക്കുന്ന ഒരു പേരാണ് കാഫിർ. അത് അവിശ്വാസി എന്ന അർത്ഥം കൊടുക്കാം, അങ്ങനെ വിശ്വാസത്തിൻ്റെ തലത്തിൽ ഒരർത്ഥം കൊടുക്കാം എന്നുള്ളതല്ലാതെ കാഫിർ എന്ന് വെച്ചാൽ അവൻ സ്വഭാവശുദ്ധിയില്ലാത്തവനാണെന്നോ അല്ലെങ്കിൽ ലൂസ് സ്വഭാവമുള്ളവനാണെന്നോ വൃത്തികെട്ടവനാണെന്നോ ഒരർത്ഥം ഞാൻ കണ്ടിട്ടില്ല എങ്ങും. അമുസ്ലിം, ഇതാണ് കാഫിറിൻ്റെ അർത്ഥം. അമുസ്ലിം എന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? അമുസ്ലിം അല്ലേ? ശൈലജ അമുസ്ലിം അല്ലേ? അവർ മുസ്ലിം അല്ലല്ലോ. അവരെങ്ങനെ വിളിച്ചാൽ എന്താ കുഴപ്പം? അതിൽ അപമാനിക്കാനും മാപ്പ് പറയാനും ഒക്കെ എന്താ ഉള്ളത്? വിളിച്ചോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. വിളിച്ചില്ല, അവർ തന്നെ അവരുടെ ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ചതാണെന്നൊക്കെയാണല്ലോ കേസ്. ഞാൻ പറയുന്നത് ശരിക്കും ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ കാഫിറാണ് എന്ന് പറഞ്ഞാൽ ഞാനതിൽ തെറ്റ് പറയില്ല. അതാണെന്ന്, ശൈലജ കാഫിറാണ്. അതിൽ കാഫിർ ഒരു തെരുവാക്കൊന്നുമല്ല. ഖുർആനെടുത്ത് നോക്കുക, അതിൽ മുസ്ലിം ആരാണെന്നും പറഞ്ഞിട്ടുണ്ട്, കാഫിർ ആരാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ആരെങ്കിലും കാഫിർ എന്ന് പറഞ്ഞാൽ ഞാൻ ബഹളം വയ്ക്കാനൊന്നും പോകുന്നു. ഞാൻ കാഫിറാണ് അവരുടെ ദൃഷ്ടിയിൽ. ഞാൻ അവിശ്വാസിയാണോ കൊള്ളില്ലാത്തവനാണോ എന്നൊക്കെ ഉള്ളത് എനിക്കെൻ്റെ ഒരു ധാരണയുണ്ടല്ലോ. പക്ഷേ അയാളുടെ ധാരണയിൽ നിന്നുകൊണ്ടാണ് അയാൾ എന്നെ പേര് വിളിക്കുന്നത്. അയാളെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അയാളുടെ നോട്ടത്തിൽ
ഞാൻ കാഫിറാണ്, വധിക്കപ്പെടേണ്ടവനാണ്, കാണുന്നിടത്ത് വെച്ച് കൊല്ലപ്പെടേണ്ടവനാണ് എന്നൊക്കെ അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ മനസ്സിൽ അയാൾ കൊണ്ട് നടക്കും. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയും പോലീസും ഒക്കെ ഇടപെടുകയും ചെയ്യും. ഇത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ് രണ്ടും രണ്ടാണ്. നിങ്ങൾക്കൊരു ഫെയ്ത്ത് ആവാം. സിനുജി ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹനല്ല, സിനുജിയെ കൊല്ലേണ്ടതാണ്, പിന്നെ നിവൃത്തികേട് കൊണ്ട് ഞാൻ കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ എനിക്ക് ചിന്തിക്കാം. ആ ചിന്താ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷെ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോലീസും കോടതിയും ഒക്കെ ഇടപെടും. അതുകൊണ്ട് ഫെയ്ത്ത് ഒന്ന്, പ്രാക്ടീസ് വേറൊന്ന്. ഇത് സുപ്രീം കോടതി ക്ലിയറായിട്ട് പറഞ്ഞു. എനിബഡി ക്യാൻ ഹാവ് എനി ഫെയ്ത്ത്. അത് നിങ്ങളുടെ മനസ്സിലുള്ളതാണ് വിശ്വാസം. മനസ്സിനുള്ളിൽ കയറി എന്തെങ്കിലും ചെയ്യാൻ ഏതെങ്കിലും കോടതിക്കോ പോലീസിനോ സാധിക്കുമോ? ശരീരത്തിനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിനുള്ളിൽ കയറിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ചിന്താ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയും. ചിന്താ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊന്നും ചിന്തകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. മറ്റൊരാളുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ, സംസാരിച്ചോ പടം കാണിച്ചോ ലൈറ്റ് ഇട്ടോ ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധ തിരിക്കാം. ബട്ട് ഒറിജിനലി അയാളുടെ തോട്ട് ഇല്ലാതെയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനി ഹൊറിബിൾ തോട്ട് ഈസ് പെർമിറ്റഡ്, ബട്ട് നോ ഹൊറിബിൾ പ്രാക്ടീസ് ഈസ് പെർമിറ്റഡ്. അതാണ് ഫെയ്ത്തും പ്രാക്ടീസും തമ്മിൽ വ്യത്യാസം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാഫിർ കീഫിറിനൊന്നും ഒരു വിലയില്ലാതെ പോകും. ഇപ്പോൾ പോലീസ് കോടതിയിലൊരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഇനിയിപ്പോൾ കോടതിയുടെ അതിൻ്റെ തുടർ നടപടിയൊക്കെ ഉണ്ടാകുമായിരിക്കും. എങ്ങനെ ഈ കേസിന് തീരും? എനിക്കറിഞ്ഞൂടെ, എങ്ങും ഇല്ലാതെ തീരും എന്ന് നോക്കും. കാരണം കോടതിയിൽ, വിചാരണ കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനലൊക്കെ വേണം. ഇതൊന്നും തരാൻ ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നും തയ്യാറാവില്ല. അതങ്ങനെ കിടക്കും. ഒരു നോട്ടീസും ഒക്കെ അയച്ചിട്ട് കിടക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ മറക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം മല പോലെ വന്നൊരു വിവാദം വളരെ പെട്ടെന്ന് ഇനി അത്രയേ ഉള്ളൂ. ഇന്ന് വേറെ വാർത്തയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഈ വാർത്തയ്ക്കൊരു പ്രാമുഖ്യം വന്നു. പത്രങ്ങൾക്കും അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വാർത്തയുടെ വേറെ എന്തെങ്കിലും വിശദാംശങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ചർച്ച അന്നേരം നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.